ഏഴാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ 3-ാം യൂണിറ്റിൻ്റെ ആമുഖമാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. തിര മുറിച്ച് കനവ് നെയ്തവർ. ഇരുട്ടിൽ പൊതിഞ്ഞ തിരിനാളം. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്കെ. എന്തൊന്തിതൻ കരളിനാനന്ദവും, മിഴിയിൽ വിശ്വാസവും, പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും. പുനലൂർ ബാലൻ. ഇവിടെ നമുക്ക് പ്രതീക്ഷയുടെ ചെറിയൊരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയാറില്ലേ, അത് എല്ലാം നശിച്ചു പോയി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു കൈത്താങ്ങായി ലഭിക്കുമെന്നാണ്. ജീവിതത്തിൽ പ്രതീക്ഷകൾ നശിച്ചു പോവുക, അല്ലെങ്കിൽ വിഷമങ്ങൾ വന്നു ചേരുമൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു കണിക, അപ്പോഴും ചെറുവെളിച്ചം നമ്മളെ ആ ഇരുട്ടിലും നമുക്കൊരു ചെറിയൊരു തിരിനാളം ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വെളിച്ചമായിട്ട് പ്രതീക്ഷയായിട്ട് മാറുമെന്നാണ് കവി പറയുന്നത്. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കും എന്ന് വിചാരിക്കെ. എന്തെന്തിതൻ കരളിൽ ആനന്ദമാണ്, കരളിൽ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവുകയാണ്. കുഴപ്പമില്ല, രക്ഷപ്പെടാൻ പറ്റും, പ്രശ്നമില്ല, പ്രയാസങ്ങൾ നേരിടാൻ പറ്റും, ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ഇങ്ങനെയൊക്കെ ലൈഫിൽ വരുമ്പം നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസവും ഭാവിയെക്കുറിച്ച് ഒരു തെളിവാർന്ന ശുഭപ്രതീക്ഷയും നമുക്ക് കൈവരുന്നതാണ് പുനലൂർ ബാലൻ എന്ന മഹത്കവി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രതീക്ഷയുടെ ഏതെല്ലാം ഭാവങ്ങളാണ് കവിതയിൽ തെളിയുന്നത്? എല്ലാം നശിച്ചു പോയിട്ടില്ല എന്നൊരു ഭാവം. പിന്നെന്താ, അങ്ങനെ എല്ലാം നശിച്ചങ്ങ് പോകുന്നില്ല, നമുക്ക് ശേഷിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെറിയൊരു തിരിനാളമായിട്ട് നിലനിൽക്കും എന്നുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൈവരുകയും നമ്മൾ മുമ്പോട്ട് പോവുകയും ലൈഫിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇത്തരം പ്രതീക്ഷകളുടെ ആവശ്യം ചർച്ച ചെയ്യും. നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു പ്രതീക്ഷ, എന്ത് കാര്യമായാലും ചെറിയൊരു പ്രതീക്ഷയുടെ തിരുനാളം നമുക്ക് ആവശ്യമാണ് എന്നു കൂടിയാണ് കവിയുടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ യൂണിറ്റിൽ ഉടനീളം പറയുന്നത് ഇങ്ങനെയൊരു ശുഭപ്രതീക്ഷയെക്കുറിച്ചും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലേ. എന്തൊക്കെയായിട്ടാണ്, പ്രളയമായിട്ടും സുനാമിയായിട്ടും കൊറോണ എന്ന മഹാരോഗമായിട്ടുമെല്ലാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് അതിജീവിച്ചു. അങ്ങനെയുള്ള ഒരാശയമാണ് ഈ യൂണിറ്റിലുടനീളം പ്രതീക്ഷ കൈവരിയാതെ മുമ്പോട്ട് പോകാനാണ് നമ്മോട് പറഞ്ഞു തരുന്നത്, ഓരോ കഥയിലൂടെയും കവിതയിലൂടെയും. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. കമൻറ്റും എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു.